രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് തൽക്കാലം മുഖം രക്ഷിച്ചു. രാഹുലിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ വന്നത് കോൺഗ്രസ് പാർട്ടിയെയും UDFിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കി. അധികാരമോഹികളായ നേതാക്കളിലും വെട്ടിലായി. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചാൽ മുഖ്യമന്ത്രി കസേരയും മന്ത്രിപദങ്ങളും സ്വപ്നം കണ്ടിരിക്കുന്ന നേതാക്കളാണ് കൂടുതൽ പ്രതിസന്ധിയിലായത്. രാജി വേണമെന്ന ആവശ്യമായി അവർ രംഗത്ത് വന്നതും രാഹുൽ മാങ്കൂട്ടം MLAയുടെ പേരിൽ റിനി ആൻ ജോർജും എഴുത്തുകാരി ഹണി ഭാസ്കറും ട്രാൻസ്ജെൻഡറും തൊടുത്തുവിട്ട ആരോപണങ്ങളും പിന്നീട് പുറത്തുവിട്ട തെളിവുകളും പാർട്ടി നേതാക്കളെയും KPCC ഹൈക്കമാൻഡിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കി. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുലിനെ രാജിവെപ്പിച്ചത് പ്രശ്നം തീർക്കാൻ വേണ്ടിയാണെങ്കിലും പ്രതീക്ഷിച്ചുവെങ്കിലും സ്ഥാനമോഹികളായ സീനിയർ നേതാക്കൾ ഒന്നടക്കം ഒറ്റക്കെട്ടായി രാഹുലിനെതിരെ രംഗത്ത് വന്നു. പക്ഷേ ഹൈക്കമാൻഡും KC വേണുഗോപാലും തീരുമാനമെടുക്കാൻ വിഷമിക്കുകയായിരുന്നു. MLA സ്ഥാനം രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ആകെ തകിടം മറിയും. അങ്ങനെയുള്ള തീരുമാനം എടുക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും. പക്ഷേ രാഹുലിൻ്റെ രാജിക്ക് സമ്മർദ്ദം വർദ്ധിക്കുന്നതിനെ തണുപ്പിക്കാനാണ് അവസാനം സസ്പെൻഷനിൽ ഒതുക്കാൻ പാർട്ടി തീരുമാനിച്ചത്. ഇതേ ആരോപണങ്ങൾക്ക് വിധേയരായവരെ എത്രയോ പേരെ BJPയിലും CPMലും വിവാദ വിഷയമായിരുന്നു. അപ്പോഴെല്ലാം BJP നേതൃത്വവും CPM നേതൃത്വവും പാർട്ടിയും ആരോപണ വിധേയരായവരെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത് എന്ന് ജനങ്ങൾ കണ്ടതാണ്. എന്നാൽ അവരുടെ പാർട്ടിയുടെ തീരുമാനത്തേക്കാൾ ഉചിതമായ തീരുമാനങ്ങൾ പെട്ടെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് ന്യായവാദങ്ങൾ നിരത്തി പ്രതികരിക്കാനും പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. ഈ തീരുമാനം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും പ്രതികൂലമായി ബാധിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും. എങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഭരണവിരുദ്ധ വികാരവും മുകേഷ് MLA, ഗണേഷ് മന്ത്രി, AK ശശീന്ദ്രൻ മന്ത്രി അടക്കം വരുന്നവരുടെ നിലപാടുകളും ജനങ്ങൾ വിലയിരുത്തുമെന്നും UDF പ്രതീക്ഷിക്കുന്നു. ഈ നിലപാട് കരുതി കൂടിയാണ് രാഹുലും രാജിവെക്കേണ്ട എന്ന തീരുമാനത്തിൽ പാർട്ടി എത്തിയത് എന്ന് വേണം കരുതാൻ. രാഹുൽ MLAയെയും ഇരകളെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായ ഭിന്നാഭിപ്രായങ്ങൾ പുറത്തു വരുന്നു. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഒരിക്കലും ഇത്തരം സംഭവങ്ങളിൽ പെടരുത്. അത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയും അനീതിയുമാണെന്ന് ഒരു വിഭാഗം ജനങ്ങൾ വിലയിരുത്തുന്നു. അതേസമയം ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇരകൾക്കൊപ്പമാണ്. ഇരകളെ അനുകൂലിക്കുന്നവരാണ് കൂടുതൽ പേരും. അപ്പോഴും പരസ്പരം ഇത്രയും കാലം വർഷങ്ങളോളം സൗഹൃദം തുടർന്നിട്ട് പെട്ടെന്ന് ആരോപണവുമായി രംഗത്ത് വരുന്നത് ന്യായീകരിക്കാനാകുന്നില്ല എന്ന അഭിപ്രായം വരുന്നു. ഇക്കാലം അത്രയും വേട്ടക്കാരനെതിരെ എവിടെയും അവർ ഒരാരോപണവും ഉന്നയിച്ചിട്ടില്ല. ട്രാൻസ്ജെൻഡർ അവന്തിക രാഹുലിനെതിരെ മോശമായി സംസാരിച്ചിട്ടില്ല എന്നതിനുള്ള ഓഡിയോ ക്ലിപ്പുമായി രാഹുൽ രംഗത്ത് വന്നത് ആരോപണത്തെ പ്രതിരോധിക്കുന്നതും ജനങ്ങൾ കാണുകയാണ്. ഇതിനു മുൻപും ഇതിന് സമാനമായ അനവധി സംഭവങ്ങൾ വരുമ്പോഴും ജനങ്ങളുടെ ഇത്തരം സംശയങ്ങൾ നിലനിന്നു വരിക തന്നെയാണ്. എന്നും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ വന്നു തുടങ്ങുന്നത് സാധാരണവുമാണ്. രാഹുലിൻ്റെ സസ്പെൻഷൻ സ്ത്രീകളോടുള്ള കോൺഗ്രസിൻ്റെ ആദരവ്. റേപ്പ് കേസ് പ്രതി കൈപൊക്കി മന്ത്രിയായ MP രാജേഷിന് ഉളുപ്പ് വേണ്ടേ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണം തുടങ്ങിവെച്ചത് CPM ആണ്. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJPയെ പോലെ പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്ന തീരുമാനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന് VD സതീശൻ പറഞ്ഞു. കേരള ചരിത്രത്തിൽ ആദ്യം റേപ്പ് കേസ് പ്രതി കൈപൊക്കി മന്ത്രിയായ MP രാജേഷിന് കോൺഗ്രസിനെ വിമർശിക്കാൻ സ്വയം ഒരു ഉളുപ്പും വേണ്ടേ എന്നും VD സതീശൻ ചോദിച്ചു.
KPCCയുടെ തീരുമാനം പോലെ ഇതുവരെ ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. എവിടെയും ഒരു പരാതിയും ഇതുവരെ ലഭിച്ചതായി അറിയുകയുമില്ല. എന്നിട്ടും 24 മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുപോലൊരു തീരുമാനം ഇതിനു മുൻപ് കേരളത്തിൽ എടുത്തിട്ടുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് സംസ്ഥാനത്ത് അനിശ്ചിതത്വം. തീരുമാനം വിദഗ്ധരുമായി കൂടിയാലോചനയ്ക്ക് ശേഷമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി. അധിക നികുതി നിരക്കുമായി ബന്ധപ്പെട്ട് 2022 മുതൽ കേരള ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാലാണ് പുതുക്കിയ നിരക്ക് ഈടാക്കുന്നതിൽ സംസ്ഥാനത്ത് അനിശ്ചിതത്വമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി. 20 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള മോട്ടോർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കൽ ഫീസ് കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ചെങ്കിലും കേരളത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ് എന്ന് മന്ത്രി വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ മോചന നീക്കം പ്രതിസന്ധിയിൽ. കോടികളുടെ പണപ്പിരിവിൽ തട്ടിപ്പ് സംശയിച്ച് സർക്കാർ. പണപ്പിരിവ് തട്ടിപ്പാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടും പിന്മാറിയിട്ടില്ല. നിമിഷപ്രിയയുടെ മോചന നീക്കം പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ് ഉള്ളത്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി കുടുംബവുമായി ചർച്ച ചെയ്തെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്ന KA പോൾ, ജേക്കബ്, ചെറുവള്ളി സാമുവേൽ, ജെറോം തുടങ്ങിയവരുടെ നീക്കങ്ങളിലാണ് കേന്ദ്രം സംശയം പ്രകടിപ്പിക്കുന്നത്. അജിത് കുമാറിനെ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ പ്രത്യേക നടപടി. DGPയുടെ 2 റിപ്പോർട്ടുകളും മടക്കിയാണ് അപൂർവ നീക്കം. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ അപൂർവ നടപടിയുമായി സംസ്ഥാന സർക്കാർ. പൂരം കലക്കൽ, ADGP P വിജയൻ നൽകിയ പരാതി എന്നിവയുമായി ബന്ധപ്പെട്ട മുൻ പോലീസ് മേധാവി ദർവേസ് സാഹിബ് അജിത് കുമാറിനെതിരെ നൽകിയ 2 റിപ്പോർട്ടുകൾ സർക്കാർ മടക്കി അയച്ചാണ് സംരക്ഷണം ഉറപ്പാക്കുന്നതെന്ന ആരോപണം വ്യാപകമാണ്. ഇപ്പോഴത്തെ പോലീസ് മേധാവി റവദ ചന്ദ്രശേഖരനോട് വിഷയങ്ങൾ പരിശോധിച്ച് പുതിയ അഭിപ്രായം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് റിപ്പോർട്ടുകൾ മടക്കിയിരിക്കുന്നത്. അനധികൃത സ്വത്ത് സന്ധാന കേസിൽ വിജിലൻസ് സമർപ്പിച്ച ക്ലീൻ ചിറ്റ് തള്ളിയ വിജിലൻസ് കോടതി വിധിക്കെതിരെ അജിത് കുമാർ ഇന്ന് അപ്പീൽ ഫയൽ ചെയ്യുമെന്നാണ് അറിയുന്നത്. ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരും അപ്പീൽ നൽകും. ക്ലീൻ ചിറ്റ് കോടതിയിൽ സമർപ്പിക്കും. മുൻപ് മുഖ്യമന്ത്രി അംഗീകരിച്ചതിനെ കോടതി വിധിയിൽ വിമർശിച്ചിരുന്നു. സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിൽ ഭരണകക്ഷികളിൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്.